അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 3ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യപേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. അഖീദയാണ്. ഒന്നാമത്തേത് യോജിപ്പിക്കാം എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ സ്വർഗം കാക്കൽ, ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ, സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ, റൂഹുകളെ പിടിക്കൽ, നന്മ തിന്മ എഴുതൽ, നരകം കാക്കൽ, ഇങ്ങനെ ആ തൊട്ടപ്പുറത്തുള്ള ആ പെട്ടിക്കോളത്തിൽ നിന്ന് യോജിപ്പിക്കാനാണ്. നിങ്ങൾക്കറിയാം സ്വർഗം കാക്കുന്നത് ആരാ? സ്വർഗം കാക്കുന്നത് റിളുവാൻ അലൈഹി സ്വലാത്തു വസ്സലാം, 3ാമത്തെ ഓപ്ഷൻ. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യലാരാ? മുൻകർ നക്കീർ അലൈഹിസ്സലാം. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവരോ? അത് ഇസ്റാഫീൽ അലൈഹിസ്സലാം. റൂഹുകളെ പിടിക്കൽ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഡ്യൂട്ടിയാണ്. നന്മ തിന്മ എഴുതുന്ന മലക്കുകൾക്ക് എന്ത് പറയും? അവരുടെ പേര് റഖീബ് അതീദ് എന്ന്. നരകം കാക്കുന്നതോ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി ശരി അടയാളപ്പെടുത്താനാണ് രണ്ടാമത് ചോദിക്കുന്നത്. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു 8 ആകുന്നു? ഒന്നാമത്തെ നമ്പറാണ് 6. മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടു പ്രകാശം കൊണ്ട്, മണ്ണുകൊണ്ട്. എന്തുകൊണ്ടാണ്? പ്രകാശം കൊണ്ട്. ഖുർആൻ അവതരണം പൂർത്തിയായി 25 വർഷം കൊണ്ട്, അതോ 23 വർഷം കൊണ്ടോ? റൈറ്റ് ആൻസർ 23 വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരണം പൂർണ്ണമായത്. തൗറാത്തിൻ്റെ ഭാഷ ഏതാ? ഹിബ്രു ആണോ ഗ്രീക്ക് ആണോ? ഒന്നാമത്തെ ഓപ്ഷൻ ഹിബ്രു ഭാഷയാണ് തൗറാത്തിൻ്റെ ഭാഷ. ഇനി മൂന്നാമത് ഉത്തരം എഴുതാനാണ്. കുറച്ച് വൈഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അതിൻ്റെ ഉത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ആൻസർ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കൽ ഇഹപര ജീവിതത്തിന് അനിവാര്യമാണ് എന്നതാണ് രണ്ടാമത്തതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? അതിൻ്റെ ഉത്തരം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഖുർആൻ മാർഗനിർദ്ദേശമാണ്. ഇങ്ങനെ ചോദ്യം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രം എഴുതി വെക്കരുത്. വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ്. നാലാമത്തെ ചോദ്യം, മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 2 എഴുതാനാണ്. അതിന് 2 പറഞ്ഞു തരാം. അവൻ ഒരുവനാണ്. അല്ല, അത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്. മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 2 എഴുതാൻ പറയുമ്പോഴും അള്ളാഹിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 2 എഴുതാൻ പറയുമ്പോഴും മാറ്റമുണ്ട്. മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് എഴുതാൻ പറയുമ്പോൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറയാം. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല എന്നും എഴുതി വെക്കാം. ഇനി വ്യക്തമാക്കാനാണ്. അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര? 4. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, അതുപോലെ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ 4 കിതാബുകൾ. എത്ര ഏടുകളുണ്ട്? ഏടുകൾ 100 ഏടുകളുണ്ട്. സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? രണ്ടാമത്തെ ചോദ്യമാണ്. സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? സബൂർ കിട്ടിയത് ആർക്കാ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് എന്താ? ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് അവൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. അതാണ് രണ്ടാമത്തേത്. അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. 4, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 1 എഴുതാനാണ് പറഞ്ഞത്. ഒറ്റ 1 എഴുതിയാൽ മതി. അവൻ ഒരുവനാണ് എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടി. വേണമെങ്കിൽ അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്നുകൂടെ എഴുതി വെക്കാം. അവൻ ഒരുവനാണ്, അവനെല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഇനി ലാസ്റ്റത്തത് പൂരിപ്പിക്കാനാണ്. ആ ബൈത്തുണ്ടല്ലോ, ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വറുസുലി വയൗമി തഹ്ലുക എന്ന് എഴുതി വെക്കാം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു എന്നേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുണ്ട്.